LDF സർക്കാരിന്റെ ഒരു ഗതികേടൊന്ന് നോക്കണേ. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്താണ് സർക്കാരിന്റെ ഓരോരോ കള്ളത്തരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്, മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നാട്ടിലെ യുവജനതയെ വഞ്ചിച്ചത്, ആരോഗ്യ മേഖലകളിലെ അനാസ്ഥകൾ, ആശാപ്രവർത്തകരോടുള്ള അവഗണന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ ഇതിലൊക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടത്. കേസുമായി ബന്ധപ്പെട്ട് CPM-ന്റെ മുൻനിര നേതാക്കളിൽ രണ്ടുപേരായ N വാസുവിനെയും A പത്മകുമാറിനെയുമാണ് കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത്. പോരാത്തതിന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ, ഇവരെല്ലാം സംശയത്തിന്റെ നിഴലിലുമാണ്. ഇങ്ങനെ സർക്കാരിന്റെ മുഖമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീഴുന്നത് കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തതെന്താ? ഇതിൽ നിന്നെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കോൺഗ്രസിനെ കരിവാരി തേക്കാൻ രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ഇറക്കി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതെന്ന് പറയപ്പെടുന്ന വോയിസ് ചാറ്റും മെസ്സേജുകളും പോലീസിന് പരാതിയായി നൽകുന്നതിന് പകരം ഒരു വാർത്താ ചാനലിലൂടെ ഇവരങ്ങ് പുറത്തിറക്കി. എന്നിട്ടിപ്പോൾ കോൺഗ്രസിനെ അങ്ങ് കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നേരത്തെ തന്നെ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടികൾ എടുത്തു കഴിഞ്ഞതാണ്. ഒരേ സ്വഭാവമുള്ള ഒന്നിലധികം വിഷയത്തിൽ ഒരുപാട് തവണ നടപടികൾ എടുക്കാൻ പറ്റുമോ? എന്നാൽ സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാർ എന്ത് നടപടിയാണ് പ്രതികൾക്കെതിരെ എടുത്തത്? ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റായ ഒരു നടപടിക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂട്ടുനിൽക്കില്ല എന്ന് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. എന്നിട്ട് എന്തുകൊണ്ടാണ് സർക്കാരെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളായ പാർട്ടിയിലെ മുൻനിര നേതാക്കൾക്കെതിരെ നടപടികൾ എടുക്കാതിരുന്നത്? അന്വേഷണത്തിലൂടെയും ചോദ്യം ചെയ്യലിലൂടെയും ഒക്കെ തെളിഞ്ഞതാണ് എല്ലാം. എന്നിട്ട് എന്തുകൊണ്ട് നടപടികൾ എടുത്തില്ല? അവർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടികൾ എടുക്കാത്തിടത്തോളം കാലം പാർട്ടിക്കും സർക്കാരിനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കുണ്ടെന്ന് ഉറപ്പാണ്. ജനങ്ങളും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല. കള്ളന് കുടപിടിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് ജനങ്ങൾ എപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതുപോലെ മറ്റൊരു സംഭവമായിരുന്നു MLA മുകേഷിനെതിരെ ഉയർന്ന പീഡന പരാതി. അതിലും മുകേഷിനെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അതിലും പരാതിയും ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ ഉണ്ടായതല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ ഒരു ആക്ഷനും എടുത്തില്ല? നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ തൊഴിലാളികൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും നിലകൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പോഴത് കള്ളന്മാരുടെയും ക്രിമിനലുകളുടെയും പാർട്ടിയാണ്. അത്തരക്കാർക്ക് സംരക്ഷണം നൽകുന്ന പാർട്ടിയാണ്. ഇത്രയും അധപതിച്ച സർക്കാരിനെ കേരള ജനത ഇന്ന് വരെ കണ്ടുകാണില്ലെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ പ്രഹസനങ്ങൾ കാണിച്ചിട്ടും ഒരു കാര്യവുമില്ല.